सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। समस्तजनकल्याणी निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम्। ശാന്തി മന്ത്രത്തോടെ ആരംഭിക്കാം. ചിന്തനം ഓം വാമി മനസി പ്രതിഷ്ഠിത प्रतिष्ठिता मनो मे वाचि प्रतिष्ठितं मनो मे वाचि प्रतिष्ठितं भाविर्मा अनेनाधीतेन अहोरात्रान् सन्दधामि कृतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम् अवतु वक्तारम्। ॐ शान्ति शान्ति शान्ति। ॐ शान्ति शान्ति शान्ति। ॐ वाङ्मे मनसि प्रतिष्ठिता मनो मे वाचि प्रतिष्ठितं आविराविर्मयेधि वेदस्य महानीस्थः सितं मे मा प्रहासि अनेनाधीतेनाहोरात्रान् सन्दधामि अनेनाधीतेनाहोरात्रान् सन्दधामि व्रतं वदिष्यामि व्रतं
തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേധി ഏതസ്യ മാണീഃ സഹ ശ്രുതം മേ മാ പ്രഹാസീത് അനേനാധീനേനാഹോരാത്രാൻ സന്തതാമി വൃതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാവതു തദ്വക്താരമവതു അവതു മാമവതു വക്താരമവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ മനോഹരമായ ഒരു ശാന്തി മന്ത്രമാണ്. ഈ സൂത്രത്തിന് ചേരുന്ന അതേ അർത്ഥത്തിലുള്ള ഒരു ശാന്തി. ഓം ഹരയോപരമാത്മാവേ ഓം ഹരി ബ്രഹ്മ. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഹരയോപരമാത്മാവേ ഓം. മേ വാക് മനസ്സി പ്രതിഷ്ഠിത. പരമാത്മാവെ എന്നെ അനുഗ്രഹിക്കണം. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? മേ വാക്, എന്റെ വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിതമാകട്ടെ. ഞാൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കും അറിഞ്ഞുകൊണ്ടാകട്ടെ. പറയാണ് ജിഹ്വാഗ്രേ മിത്രബാന്ധവ. നമ്മുടെ എല്ലാ മിത്രങ്ങളും ശത്രുക്കളും നമ്മുടെ ജയവും പരാജയവും നമ്മുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ നമ്മുടെ നാട്ടിന്റെ മുന്നിലാണ്. നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ വാഗ്വൈ അഗ്നി. വാക്കെന്താണ്? അഗ്നിയാണ്. അഗ്നിദാഹാദപി. ഒരാളെ കുറച്ച് പൊള്ളിച്ചു, കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ മാറും. അതിനേക്കാൾ തീവ്രമാണ് വാക്പാക്ഷ്യം. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഒരാൾക്ക് വേദനയായാൽ ആ വാക്ക് ഒരിക്കലും ആ വാക്കിനെ കൊണ്ടുണ്ടായതായ വേദന ശ്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായിരിക്കണം? വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠിത. പലപ്പോഴും നമ്മൾ പറയല്ലേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല എന്നർത്ഥം. ആ ചിന്തിച്ച് പറഞ്ഞതല്ല അല്ലേ? പലപ്പോഴും നമ്മുടെ വാക്കുകള് എങ്ങനെയുള്ളതാണ്? ചിന്തിക്കാതെ തോന്നുന്നത്, അല്ലെ വായി തോന്നുന്നത് പുറത്തേക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും നമ്മൾ പറയും. എന്നിട്ടോ ആ പറയുന്നതിനെ കൊണ്ട് ജീവിതകാലം കൂടി ചിലപ്പോ ദുഃഖിക്കേണ്ടി വരും. വാക്ക് വളരെ പ്രധാനമാണ്. എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ വാക്കിലാണ് ഈ പ്രപഞ്ചം മുഴുവനും പ്രതിഷ്ഠിതമായിരിക്കുന്നത്. നന്മയാകട്ടെ തിന്മയാകട്ടെ ഉയർച്ചയാകട്ടെ താഴ്ചയാകട്ടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ വാക്കിലാണ്. അതുകൊണ്ടാണ് വാക്കിലേക്ക് മധുമർത്തമാണ്. എന്റെ വാക്കുകൾ മധുവിനെ പോയിരിക്കും. എന്റെ വാക്കുകൾ നല്ല മധുരമാകണം അല്ലേ? സത്യമായി അനുദ്വേഗകരങ്ങളായി പഥ്യമാ നല്ല വാക്കുകൾ മാത്രമേ നിത്യം നാവിരുദിക്കുമാറാകണം. ദിവസം പ്രാർത്ഥിക്കണം. സത്യമായി അനുദ്വേഗകരങ്ങളായി കേട്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഉദ്യോഗം ഉണ്ടാക്കരുത്. ചിലപ്പോൾ നമ്മള് പറയുന്ന സത്യമായിരിക്കും, പക്ഷെ ആ പറയുന്ന സത്യം കൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക് പേടിയോ വിഷമമോ ഉദ്യോഗമോ ഒന്നും ഉണ്ടാക്കരുത്.
പിന്നെ സത്യമായി അനുദ്വേഗകരങ്ങളായി പഥ്യമാണ് നല്ല വാക്കുകൾ എന്ന് വെച്ചാൽ ആൾക്കാരെ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്തുതിച്ചുകൊണ്ട് അതാണല്ല, പഥ്യമായിരിക്കണം. നമ്മുടെ വാക്കുകൾ കേൾക്കുന്ന ആൾക്ക് നന്മ വരുത്തണം. വെറുതെ ആൾക്കാരെ സ്തുതിച്ചതായില്ലേ, പഥ്യമായിട്ടുള്ള വാക്ക്. അപ്പോ അങ്ങനെയുള്ള വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും. അതാണ് വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠ. ഈ വാക്ക് എന്റെ മനസ്സിൽ പ്രതിഷ്ഠിതമാകട്ടെ, അറിഞ്ഞ് സംസാരിക്കാൻ കഴിയാകട്ടെ. അല്ലെ, എന്തെങ്കിലും അബദ്ധത്തില് വായിന്ന് ചാടിയിട്ട് എന്റെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ ഇടയാകാതിരിക്കട്ടെ. വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠിത, വാക്ക് മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. നല്ലവണ്ണം ചിന്തിച്ചു മാത്രം ഞാൻ സംസാരിക്കുമാറാകട്ടെ. വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം. വാക്ക് മനസ്സിൽ ഉറക്കണം, മനസ്സ് വാക്കിൽ ഉറക്കണം. പറയുന്ന വാക്കിന് വിലയിടാം. എന്നുവെച്ചാലോ, നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു ഒരാളോട്, ഞാൻ ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞോ, പിന്നെ ആ കാര്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ പുതിയ ഫിലോസഫി പോലെ വേറെ മാറ്റാൻ പറ്റിയ വാക്കുകളെ മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ യാതൊരു വിധത്തിലുള്ള അസ്തിത്വം ഉണ്ടാവില്ല. എന്തുകൊണ്ട് മനോമേ വാചി പ്രതിഷ്ഠിതൻ. എനിക്ക് ഓർമ്മയുണ്ടാകണം ഞാൻ എന്താണ് സംസാരിച്ചത്, എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയുണ്ടാകണം. മനസ്സ് വാക്കിൽ ഉറക്കട്ടെ, വാക്ക് മനസ്സിൽ ഉറക്കട്ടെ. വാങ്ങേ മനസ്സിൽ മനഃ വാചി. അപ്പോ ഇത് രണ്ടും ഉറക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ഒരേപോലെ. എന്താണ് ഒരു മഹാത്മാവ്, എന്താണ് ഒരു സജ്ജനത്തിന്റെ വിശേഷത? മനസ്സേകം വചസ്സേകം കർമ്മണ്യേകം. അല്ലെ, മഹാത്മാക്കൾ എങ്ങനെയാണ്? അവരുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ഒരേപോലെയാണ്. ദുരാത്മാക്കൾക്കോ മനസ്സന്യ വചസ്സന്യ കർമ്മണ്യ. എന്തോ ചിന്തിക്കും, വേറെ എന്തെങ്കിലും പറയും, ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഇതൊരു സ്പിരിറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മളിപ്പോ ഈ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ വേർഡ്സ് ഈ സ്പിരിറ്റ് പേഴ്സണാലിറ്റി അത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സ് നമ്മൾ വേറെ ഒന്ന് ചിന്തിക്കുന്നു, നമ്മുടെ വാക്കിൽ വേറൊന്നാകുന്നു, നമ്മുടെ പ്രവൃത്തി തികച്ചും അന്യമായിരിക്കുന്നു. നമുക്ക് നമ്മൾ തന്നെ ആരാണെന്ന് അറിയാൻ പറ്റാതെ നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തയും ഭിന്നിച്ചു. നമ്മുടെ ആന്തരികമായ ശക്തികൾ ചിന്തിച്ചു വരാനുണ്ട്. ഇതിനെയാണ് സ്പിരിറ്റ് പേഴ്സണാലിറ്റി പറയുന്നത്. നമ്മളിൽ എല്ലാവരും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അത് പതുക്കെ ഉരുവിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വാക്കും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും ഒന്നായി തീരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആയിരിക്കും. അവിടെ ഈ വിരുദ്ധങ്ങൾക്ക് ഇടയിലായിരിക്കും. അതാണ് മനോമേ വാചി പ്രതിഷ്ഠിതം. പിന്നെ വളരെ മനോഹരമായ പ്രാർത്ഥന ആവി ആവിർമ രീതി. ഈ സുഹൃത്തുക്കളാണ് ആവി ആവി അർത്ഥം. ആവി ആവി പോകുന്ന ആവി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? നീരാവി. ആവി പ്രകാശം. ആവി പ്രകാശം. ആവി ഈ പ്രകാശം. എനിക്ക് പ്രകാശമായിട്ട് പ്രകാശം എന്റെ മുമ്പിൽ പ്രകാശമായി തീരട്ടെ. പ്രകാശമായാണ് ജ്യോതിസ്വരൂപനായി പരമാത്മാവ്. എല്ലാത്തിനെയും വിളക്കുന്നവനായ, ഈ പ്രപഞ്ചത്തിന് മുഴുവനും പ്രകാശത്തെ കൊടുക്കുന്നവനായ ശ്രീ ഭഗവാൻ പരമേശ്വരൻ എന്റെ മുമ്പിൽ പ്രകാശമാനനായി എഴുന്നള്ളുമാറാകട്ടെ. എനിക്ക് ഭഗവാനെ കാണുമാറാകട്ടെ. നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. ഭഗവാൻ ഒരു കൺസെപ്റ്റ് മാത്രമായി ഇരുന്നാ പോരാ, നമുക്ക് ഭഗവാനെ കാണാൻ പറ്റണം. അല്ലേ, അത് ഭഗവത് രൂപമായിട്ടോ അഷ്ടമൂർത്തിയായിട്ടോ പ്രപഞ്ചം മുഴുവനും ഭഗവാനായിട്ടോ നമ്മുടെ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലോ എന്ത് ചെയ്യണം? നമുക്ക് ഭഗവാനെ കാണാൻ
കാണാൻ സാധിക്കട്ടെ. ഭഗവാനെ ആവിഹി ആവിഹി ഏതി, ആ പ്രകാശസ്വരൂപനായ പരമാത്മാവ് എന്റെ മുമ്പിൽ ജ്യോതിസ്വരൂപനായ എഴുന്നള്ളുമാറാകട്ടെ. എനിക്ക് ഭഗവാനെ നേരിട്ട് കാണുമാറാകട്ടെ, ആത്മാവിനെ നേരിട്ട് അറിയുമാറാകട്ടെ. അത് വെറുമൊരു തത്വമായിട്ടോ ഒരു കൺസെപ്റ്റായിട്ടോ അല്ലാതെ എന്റെ അനുഭവ പ്രത്യക്ഷമായി തീരട്ടെ. ആവിഹി ആവിഹി ഏതി, ആ പ്രകാശസ്വരൂപൻ എന്റെ മുമ്പിൽ പ്രകാശമായി തീരട്ടെ. എനിക്ക് പ്രത്യക്ഷാനുഭവം അല്ലെങ്കിൽ അപരോക്ഷാനുഭവം ഉണ്ടാകുമാറാകട്ടെ. എന്താ വേണ്ടത്? എങ്ങനെയാണ് ശ്രീ ഭഗവാന്റെ ദർശനം നമുക്കുണ്ടാവുക? അല്ലെങ്കിൽ എങ്ങനെയാണ് പരമാത്മാനുഭൂതി ഉണ്ടാവുക? അങ്ങനെ ഭഗവാന്റെ ദർശനം ഉണ്ടാവണമെങ്കിൽ, ഈശ്വരാനുഭൂതി ഉണ്ടാകണമെങ്കിൽ, ആത്മസാക്ഷാത്കാരം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വേദസ്യ ആണീസ്ഥഃ, എനിക്ക് വേദത്തിൽ ഉറപ്പുണ്ടാകണം. ശാസ്ത്രം സത്യമാണ് എന്ന ബുദ്ധി ഉണ്ടാകണം. ശാസ്ത്രം വെറുതെ ഒരു എന്തെങ്കിലുമൊക്കെ പറയാ അല്ലേ, ആചാര്യന്മാർക്ക് കഴിയുന്നില്ല എന്തെങ്കിലും പറഞ്ഞു വെച്ചതാണെന്നല്ല. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വരുഷ്ഠീയതാം. അത് പഠിച്ച മാത്രം പോരാ, പഠിച്ചതിനെ, വേദം പറയുന്നതിനെ, വേദത്തിന്റെ ഉപദേശങ്ങളെ അനുസരിക്കണം. അതാണ് വേദസ്യ ആണീസ്ഥഃ. എനിക്ക് വേദത്തിൽ ഉറപ്പുണ്ടാകട്ടെ, എനിക്ക് വേദാർത്ഥത്തെ മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ, വേദാർത്ഥത്തിന് അനുകൂലമായി ജീവിക്കുവാൻ സാധിക്കട്ടെ. വേദാർത്ഥം മനസ്സിലായ മാത്രം പോരാ, ഈ പഠിച്ചതായ വേദാർത്ഥം, വേദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ എനിക്ക് സാധിക്കും. വേദത്തിൽ ഉറപ്പുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വേദത്തെ പഠിച്ച് വേദം മുഴുവൻ ഓർത്തു വെക്കുക എന്ന് മാത്രമല്ല, ആ പഠിച്ച കാര്യങ്ങളെ മനസ്സിലാക്കണം. ചില ആൾക്കാർ വേദം മുഴുവൻ ചൊല്ലും, പക്ഷെ അതൊരു അർത്ഥം വെച്ചാൽ നല്ലത് തന്നെ, നല്ലത് തന്നെ, അർത്ഥം മാത്രം പോരാ, ചൊല്ലിയാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം മനസ്സിലാവണം. അർത്ഥമൊക്കെ അറിയാം പോരാ, ആ അറിഞ്ഞ അർത്ഥങ്ങൾ ജീവിതത്തിൽ പ്രയുക്തങ്ങളാണ്. അപ്പൊ മാത്രമേ നമുക്ക് ആവിഹി ഭഗവാൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളുകയുള്ളൂ, ആത്മാനുഭവം ഉണ്ടാവുകയുള്ളൂ. വേദസ്യ ആണീസ്ഥഃ പ്രേമ സുതം മേ മാ പ്രഹാസി. സുതം മേ ഗോപായ ഒരു വലിയ പ്രാർത്ഥനയാണ്, ഒരു ദിവസം പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താണ്? സുതമേ ഗോപായ. നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അത് മറന്നുപോകും. നല്ല നല്ല കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോരാ, ആ സുതം കേട്ടത് ഗോപായ രക്ഷിക്കണം. കേട്ടതിനെ രക്ഷിക്കണം. ചിലോ കേട്ടത് ഓർക്കാൻ സാധിക്കണം. അതല്ല, കേട്ട കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ രക്ഷിക്കണം. ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളിൽ, ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ ഈ കേട്ട് ധരിച്ചതായ ശ്രുതി എനിക്ക് മാർഗദർശനം നൽകണം. സുതമേ മാ പ്രഹാസി, മേ സുതം മാ പ്രഹാസി. ഞാൻ കേട്ടതായ കാര്യങ്ങൾ എന്നെ വിട്ടുപോകാതിരിക്കട്ടെ, എന്നെ ഉപേക്ഷിക്കാതിരിക്കട്ടെ. എന്നുവെച്ചാലോ, ഒന്ന് സമീപ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ പഠിച്ചിട്ടുള്ളത്? ഈ ശരീരം എല്ലാം പഠിച്ചിട്ടുണ്ട്, ഒക്കെ മറന്നു പഠിച്ചത്. പക്ഷേ പറയാം, സുഖമേമാ പ്രഹാസി, ഞാൻ പഠിച്ചത് മറക്കാതിരിക്കട്ടെ. ഒന്ന് എനിക്ക് റിട്ടൈനിങ് പവർ, എനിക്ക് ഓർമ്മ ഉണ്ടാവട്ടെ. ഓർമ്മയോ സുഖമേമാ പ്രഹാസി. ചില കേട്ടത് ഓർത്ത് വെച്ച മാത്രം പോരാ, എന്ത് ചെയ്യണം? കേട്ടതിന് ധരിക്കണം. മാത്രല്ല, ജീവിതത്തിൽ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഈ പഠിച്ചത് നമുക്ക് പ്രയോഗത്തിൽ വരും. കർണൻ എല്ലാം പഠിച്ചു, കർണന് സർവ്വദിവ്യാസ്ത്രങ്ങൾ പഠിച്ചു, സാക്ഷാൽ ബ്രഹ്മാസ്ത്രവും പഠിച്ചു. അതിൽ നിന്ന്
പക്ഷേ ആ ബുദ്ധദോഷം ഉണ്ടായിട്ട് എന്താ പറഞ്ഞത്? വേണ്ട സമയത്ത് ഓർമ്മ വരുന്നേ. പിന്നെന്താ വരുന്നത്? വേണ്ട സമയത്ത് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഈ പഠിച്ചതിന് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ പഠിച്ചത് മറക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴാണോ ഒരു ആവശ്യം വരുന്നത് ആ സമയം ഞാൻ പഠിച്ച അറിവ് എന്നെ രക്ഷിക്കുമാറാകട്ടെ. അനേന അധീനേന ഹോരാത്രാൻ സന്തതാമി. അങ്ങനെ നമ്മൾ പഠിച്ചത് നമ്മൾ മറക്കാതിരിക്കണമെങ്കിൽ, പഠിച്ചത് ജീവിതത്തിൽ പ്രായോഗികമാകണമെങ്കിൽ, അത് നമ്മളെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനേന അധീനേന, ഈ പഠിച്ചത് കൊണ്ട് ഞാൻ അഹോരാത്രാൻ സന്തതാമി, അഹസ്സിനെയും രാത്രിയെയും ബന്ധിപ്പിക്കുന്നു. പകലിനെയും രാത്രിയെയും ഞാൻ പഠിച്ചതായ ഈ അറിവ് കൊണ്ട് ഒന്നിപ്പിക്കുമാറാകട്ടെ. പകലും രാത്രിയും ഞാൻ ഈ പഠിച്ച വിഷയങ്ങളെ ചിന്തിക്കുമാറാകട്ടെ, മനനം ചെയ്യുമാറാകട്ടെ. എന്റെ രാത്രികളും പകലുകളും ഞാൻ പഠിച്ചതായിരിക്കുന്ന വേദോക്തങ്ങളായിരിക്കുന്ന ഉദാത്ത ആശയങ്ങളിൽ മുഴുകി ചിന്തിക്കാൻ എനിക്ക് ശ്രദ്ധിക്കുമാറാകട്ടെ. അനേന അധീനേന അഹോരാത്രാൻ സന്തതാം. ഇങ്ങനെ മാത്രമല്ല പറഞ്ഞേ, നമ്മുടെ നമ്മളെപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് സബ്കോൺഷ്യസ് മൈൻഡ്, ഈ മനസ്സിന്റെ ഈ തലങ്ങളിലേക്ക് നമുക്ക് എങ്ങനെയാ ഇറങ്ങിച്ചെല്ലാൻ പറ്റുക? അറിയാതെ നമ്മുടെ കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ നമ്മുടെ മനസ്സെപ്പോഴും ഇങ്ങനെയുള്ള ഉദാത്തമായ ആശയങ്ങൾ ചിന്തിക്കുന്നത്, അതൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ പോകുമ്പോഴും നമ്മുടെ സ്വപ്നം മാറണം. എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക നമ്മൾ ആധ്യാത്മികമായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്? നല്ല ഒരു ടെസ്റ്റാണ് നമ്മുടെ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളുടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, എത്രത്തോളം സ്വപ്നങ്ങൾ ചുരുങ്ങി വരുന്നു, കാണുന്ന സ്വപ്നങ്ങൾ ഉദാത്തങ്ങളായ സ്വപ്നങ്ങൾ. നമ്മളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്, ഗുരുവായൂരിന്റെ ഇടയിൽ നിന്ന് നിൽക്കുന്നു, ആള് നമ്മുടെ സാക്ഷാത്കാരം അവിടെ നമ്മൾ നിൽക്കണോ, ആരും പിടിച്ചു തരുന്നത് അവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ സമയമില്ല. അവിടെ നമ്മൾ നിൽക്കുകയാണ്. അല്ലേ? സ്വപ്നങ്ങളാണ്. ചിലപ്പോഴോ നമ്മളിങ്ങനെ സത്സംഗത്തിലൊക്കെ ഇരിക്കുന്ന സ്വപ്നങ്ങളാണ്. ചിലപ്പോഴോ നമ്മളങ്ങനെ തീർത്ഥയാത്രകളൊക്കെ പോകുന്നതായിട്ട്. അപ്പോ അതായത് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക നമ്മൾ ഓൺ ദ ട്രാക്ക് ആണോ അതോ മാറിപ്പോവാന്നുള്ളത്? സ്വപ്നത്തെ. അപ്പോ പകല് മാത്രം പോരാ, അഹോരാത്രാൻ സന്തതാമി, അഹസ്സിലും രാത്രിയിലും ഇതേ ഉദാത്തമായ ചിന്തകൾ ഇതിലുണ്ടായിരുന്നു. എപ്പോഴൊക്കെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഉദാത്തമായിരിക്കുന്ന ഈ വൈദികമായിരിക്കുന്ന ആശയങ്ങൾ, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ നമുക്കുണ്ടാകണം. അഹോരാത്രാൻ സന്തതാമി ഋതം ഭവിഷ്യാമി. ഞാൻ വെറുതെ പറയല്ല, ഋതം ഭവിഷ്യാമി. ഞാൻ ഋതമായതിനെ പറയുന്നു. എന്താ ഋതം വെച്ചാല് ശാസ്ത്രാനുസൃതമായിരിക്കുന്ന വാക്ക്. ഋതം ഭവിഷ്യാമി ഞാനിവിടെ പറയുന്നത് ശാസ്ത്രാനുസൃതമാണ്. എന്നൊരു പ്രാർത്ഥനയാണ്. ഋതം ഭവിഷ്യാമി ഞാൻ ഋതത്തെ മാത്രം പറയുമാറാകട്ടെ. ശാസ്ത്രത്തിലെ ആലോചിച്ച് നിശ്ചയിച്ചിട്ടുള്ളതായ സത്യത്തെ, പാരമാർത്ഥികമായ സത്യത്തെ മറന്ന് ഞാൻ സംസാരിക്കാതിരിക്കട്ടെ. എന്റെ വാക്കിൽ പാരമാർത്ഥികമായ സത്യം പ്രതിബിംബിക്കട്ടെ. ഋതം വദിഷ്യാമി. അല്ലേ? വാക്കിന് 4 തലങ്ങളാണ്. പരാപശ്യന്തി, മധ്യമാ, വിവേകി. എന്റെ മനസ്സ് പരാപശ്യന്തി തലങ്ങളിൽ ഈ ഋതമായിരിക്കുന്നതിനെ എപ്പോഴും എന്നുള്ള ബോധം ഒരിക്കലും എന്നെ വിടാതിരിക്കട്ടെ. ഈ പുറത്ത് സംസാരിക്കുമ്പോഴോ സത്യം വദിഷ്യാമി, സത്യം വദിഷ്യാമി. ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? സത്യം പറയുമാറാകട്ടെ. നന്നായി ആലോചിച്ചുറപ്പിച്ചതും ഹിംസാകലഹവർജിതം, ആൾക്കാർക്ക് ഹിംസിക്കാതെ ആൾക്കാർക്ക് കലഹമുണ്ടാക്കാത്ത വാക്കുകൾ പറയുമാറാകട്ടെ.
യഥോപലബ്ധ യദ്വാക്യ ഹിംസാ കലഹവർജിതം. അതാണ് സത്യം. നമുക്കറിയുന്നതേ കണ്ടതേ സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ വേറൊരാൾ പറയാവൂ. യഥോപലബ്ധ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊണ്ട് പറയരുത്. അത് നമ്മളെ ആലോചിച്ച് പരീക്ഷിച്ച് അറിഞ്ഞിട്ടേ സംസാരിക്കാവൂ. യഥോപലബ്ധ യദ്വാക്യം ഹിംസ കലഹവർജിതം. നമ്മുടെ വാക്കുകൊണ്ട് ഒരാളുടെ മനസ്സ് മുഴുവെങ്കിൽ അത് മഹാപാതകമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി പറയാനില്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യാ, ആ ആളുടെ മനസ്സ് മുറിക്കാത്ത വ്യക്തി പറയും. ചില കാര്യങ്ങള് പറഞ്ഞു പറ്റൂ. പക്ഷെ ആ പറയുമ്പോ എന്ത് ചെയ്യരുത്, ഈ കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ആരാണത്? ശ്രീ പരമേശ്വരനാണ്, ഭഗവാനാണുള്ളത്. അപ്പോ നമ്മൾ പറയുന്ന വാക്ക് കേട്ടിട്ട് ഒരാളുടെ മനസ്സ് മുറിഞ്ഞാൽ ആരെയാണ് വിളിക്കുന്നത്? നമ്മുടെ ആത്മാവിനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ മധുമത്താകട്ടെ. എന്റെ വാക്ക് മധുവായി തീരട്ടെ. നമുക്ക് മധു ഉപയോഗിച്ചത് പഞ്ചസാര പഞ്ചസാര പറഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവും. മധുവായി, മധു മധുരമുള്ളതാണ്. ഒപ്പം ഹീലിംഗ് ആണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഹീലിംഗ് ആയിട്ടൊരു വസ്തുവാണ് ഇത് മധു, തേൻ. അതുപോലെ നമ്മുടെ വാക്കുകൾ അമ്മട്ടു തേനായി തീരട്ടെ. എന്റെ വാക്കുകൾ തീരട്ടെ തേൻ പോലെയാണ്. എന്നുവെച്ചാലോ ആൾക്കാരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, അവരുടെ മനസ്സിന് ശാന്തിയും സന്തോഷവും ഉണ്ടാക്കട്ടെ. അവരുടെ മനസ്സിൽ എന്തെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവിനെ ഉണക്കണം. നമ്മുടെ വാക്ക് ആൾക്കാരുടെ മുറിവില് ഉൾപ്പെടരുത്, ഉണക്കുന്നതാണ്. സത്യം വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാം അവതു തത് മാം അവതു. ആ പരമാത്മാവ് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ നാം എന്നെ രക്ഷിക്കട്ടെ. എങ്ങനെ പറഞ്ഞതുപോലെ എന്റെ വാക്ക് മനസ്സിൽ ഉറക്കണം, മനസ്സ് വാക്കിൽ ഉറക്കണം. പിന്നെ എനിക്ക് ഈ പഠിച്ചതായ കാര്യങ്ങളെ ഓർമ്മയുണ്ടാകണം, അത് ജീവിതത്തിൽ രക്ഷിക്കാൻ പറ്റണം. എന്റെ വാക്ക് സത്യമായി തീരണം, മൃതമായി തീരണം. ഇങ്ങനെ പരമാത്മാവെ രക്ഷിക്കട്ടെ. എന്നെ മാത്രം രക്ഷിച്ചിട്ടില്ല. ഞാനൊരു ശിഷ്യനായിട്ടിരിക്കുകയാണ് അല്ലേ. ഈ പറയുന്ന ആൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവണം. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ, നമ്മുടെ വക്താവിന്റെ വാക്കുകൾ വളരെ കൂടുതലും നിശ്ചിതങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമമുണ്ടാവും. അപ്പോ വക്താരമതു, ഈ പറയുന്നതായ വക്താവിനെയും രക്ഷിക്കട്ടെ, എന്നെ രക്ഷിക്കട്ടെ, എന്റെ ആചാര്യനെ രക്ഷിക്കട്ടെ. എങ്ങനെ രക്ഷിക്കട്ടെ? ഈ ആചാര്യന്റെ മനസ്സിൽ നല്ല നല്ല തോട്ട്സൊക്കെ ഉണ്ടാകട്ടെ. പറയുന്ന വാക്കുകളൊക്കെ നല്ലതായി തീരട്ടെ, സത്യമായിട്ടും പൂർണ്ണമായിട്ടും സംസാരിക്കുമാറാകട്ടെ ആചാര്യൻ. വക്താവിനെ, ആചാര്യനെ, ഗുരുവിനെ രക്ഷിച്ചാലും അവധുമാം, വീണ്ടും എന്നെ രക്ഷിക്കട്ടെ. അവധുവക്താരം, അവധുവക്താരം. 3 പ്രാവശ്യം വക്താവിനെ കുറിച്ച് പറഞ്ഞു, 2 പ്രാവശ്യം ശിഷ്യനെ കുറിച്ച് പറഞ്ഞു. എന്നെ രക്ഷിക്കട്ടെ, ആചാര്യനെ രക്ഷിക്കട്ടെ. എന്നെ രക്ഷിക്കട്ടെ, ആചാര്യനെ രക്ഷിക്കട്ടെ, ആചാര്യനെ രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? നമ്മുടെ സംസ്കൃതിയുടെ പ്രത്യേകതയാണ് അല്ലേ. നമ്മളെ സംബന്ധിച്ചുള്ള ഈ ഗുരുഭാവം നമ്മുടെ ഏറ്റവും വലിയ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. അപ്പോ ഈ ലോകത്തിന്റെ രക്ഷ എങ്ങനെയുണ്ടാവുന്നത്? ആചാര്യന്മാരിലൂടെയാണ്. ആചാര്യോദിത ശാസ്ത്രാണി ആചാര്യ സ്ഥാപനത്തിൽ അല്ലേ. ആരാണോ ശാസ്ത്രം പഠിക്കുന്നത്, ആ പഠിച്ചത് മനസ്സിലാക്കുന്നത്, അത് മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത്, അത് ഉപദേശിക്കമാക്കണ്ട. ആ സ്വന്തം ജീവിതത്തിൽ ആ തത്വങ്ങൾ, ശാസ്ത്ര തത്വങ്ങളെ ആചരിച്ച് മറ്റുള്ളവർ ഉപദേശിക്കുക മാത്രമല്ല, ആചാര്യനായാണ്. ആചാര്യൻ നമ്മളെ പഠിപ്പിക്കുന്നവരാണ്, ലെക്ചറല്ല. ഇനിയോ ആചാര്യൻ നമ്മളെ ഉദാത്തമായ ഒരു ജീവിതത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യണം. അങ്ങനെയുള്ള ഒരു ആചാര്യൻ ഉണ്ടാകട്ടെ, അങ്ങനെയുള്ള ശിഷ്യനായി എനിക്ക് സാധിക്കും. പ്രാർത്ഥനകളാണ് അല്ലേ. അതാണ് വേറെ നമ്മളെ പഠിപ്പിക്കുക, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിലോ കർത്തവ്യം പ്രാർത്ഥിക്കും. നമ്മളിവിടെ ഒരുമിച്ച് ഓം വാഗ്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേഹി വേദസ്യ മഹാനീസ്ത സുതം മേ മാ പ്രഹാസീരനീനാധിദേനാ
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ട്, ഞാൻ ചൊല്ലി തരാം, എന്ന് എഴുതി. ഇത് രണ്ടും എഴുതി തരാം. ഇപ്പൊ ഇത് പിന്നെ സൂചിച്ചൊക്കെ ചെല്ലാൻ പ്രശ്നമാണെങ്കിൽ സാമാന്യമായിട്ട് സ്വരവും ചേർക്കാൻ പ്രശ്നമില്ല. ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മനഃശിവസങ്കൽപ്പമസ്തു എന്ന് പറഞ്ഞ ശ്ലോകം ചെല്ലുന്നതുപോലെ ഞാൻ രണ്ടു വിധം ചെയ്തു തരാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യമായിട്ട് ഈ വൈദികമായിട്ട് ചെല്ലുമ്പോൾ പ്രാർത്ഥന, അല്ലെങ്കിൽ ശ്ലോകമായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ എന്തായാലും വൈദികമായിട്ട് ചെയ്തു തരാം. യജ്ജാഗ്രോ ദൂരമുദൈതി ദൈവം. ഈ മുകളിൽ നിന്ന് പറയുന്നത് നമ്മൾ ശബ്ദം മുകളിൽ പോകണം, താഴെ പറയുന്നത് ശബ്ദം താഴേക്ക് വരണം. അതാണ് ആ മാർഗത്തിലെ അർത്ഥം. പിന്നെ മുകളിൽ രണ്ട് വരെയുണ്ടെങ്കിൽ അത് നീട്ടിച്ചു ദീർഘമായി. യജ്ജാഗ്രോ ദൂരമുദൈതി ദൈവം. ശിവസങ്കൽപ്പമസ്തു. യജ്ജാഗ്രോ ദൂരമുദൈതി ദൈവം. തദു സുപ്തസ്യ തദൈവൈതി. ദൂരംഗമം ജ്യോതിഷാം ജ്യോതിവേഗം. തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. യജ്ജാഗ്രോ ദൂരമുദൈതി ദൈവം. തദു സുപ്തസ്യ തദൈവൈതി. ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം. തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. അപ്പോ ഒന്നാമത്തെ മന്ത്രം, ഈ ഒന്നാമത്തെ മന്ത്രത്തിലെ വിഷയം എന്തൊക്കെയാണ്? ഒന്നാമത്തെ വിഷയം എന്താണ് ഈ മനസ്സ്, മനസ്സിന്റെ സ്വഭാവം എന്താണ്, മനസ്സിന്റെ സ്വരൂപം എന്താണ്. രണ്ടാമത് എന്താണ് ഈ മനസ്സ് ചെയ്യുന്നത്. നമ്മൾ ഒരാളെ പരിചയപ്പെടുകയാണ്, ആരാ, എന്ത് ചെയ്യുന്നു. അപ്പോ ആരാണ്, എന്താണ്, എന്താണ് മനസ്സ്, ഈ മനസ്സ് എന്താണ് ചെയ്യുന്നത്, പിന്നെ ഈ മനസ്സിന്റെ വിശേഷത, മനസ്സിന്റെ മാഹാത്മ്യം എന്താണ്, പിന്നെ ഈ മനസ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ വിഷയം. എന്തൊക്കെയാണ്? എന്താണ് മനസ്സ്, എന്താണ് മനസ്സിന്റെ പ്രവൃത്തി, മനസ്സിന്റെ മാഹാത്മ്യം എന്താണ്, ഈ മനസ്സ് എങ്ങനെയായിരിക്കണം, മനസ്സിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ. അപ്പോ വൈദികമായിരിക്കുന്ന
മനസ്സിലാക്കിയിട്ടുള്ള സംസ്കൃതത്തിലുള്ള എന്തും പഠിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആ പദങ്ങളെയൊക്കെ തിരിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മളുടെ ഒരു ക്രമം ഉണ്ടാക്കുന്നത്. ഭാരതത്തില് പഠിക്കാനൊരു ക്രമമുണ്ട്. ആദ്യം എന്താണ്? പദച്ഛേദന. പദം ഛേദിക്കണം. എന്നിട്ടോ പദാർത്ഥോക്തി, എന്നിട്ടോ അന്വയം, എന്നിട്ടോ അന്വയാർത്ഥം, എന്നിട്ടോ വിശേഷം. അങ്ങനെയാണ് പഠിക്കുക. പദച്ഛേദം ചെയ്യാം, പദത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക, അന്വയിക്കുക, അന്വയാർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് വിശേഷാർത്ഥം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ശ്ലോകം പഠിക്കാൻ നമ്മൾ വെറുതെ ഈ ഫ്രീ ഫ്ലോ ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് ഈ ശബ്ദം മനസ്സിലാക്കിയില്ല. ഫ്രീ ഫ്ലോ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ ഫ്ലോ ആണ്. അത് കഴിഞ്ഞ് ഈ ശ്ലോകം വായിക്കുമ്പോൾ ഇത് നമ്മൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ലേ? നമുക്ക് ബന്ധമുണ്ടാവും, പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല ഇവിടെ ഏതൊക്കെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് എത്ര പ്രാവശ്യം വായിച്ചാലും ശ്ലോകാർത്ഥം മനസ്സിലാവുന്നില്ല അല്ലേ? നമ്മുടെ ഗീത എന്നും വായിക്കുന്നുണ്ട്, പക്ഷേ ഗീത ഇതുപോലെ വായിച്ചു ഏത് സംസ്കൃതത്തിലുള്ള ഏതും ഇങ്ങനെ പഠിക്കണം. പദം, പദച്ഛേദം, പദാർത്ഥം, അന്വയം, അന്വയാർത്ഥം, വിശേഷം ഇങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവും. അപ്പോ നമ്മള് ആദ്യം പദച്ഛേദം, ഇങ്ങനെ പദച്ഛേദം യജ്ജാഗ്രതോ യത് ജാഗ്രത ദൂരം ഉദൈതി ദൈവം തത് ഉ തതു തത് ഉ സുതസ്യ തഥാ ഏവ ഈതി തഥൈവ ഇതി. ഇങ്ങനെയാണ് തഥാ ഏവ ഈതി. പദം മനസ്സിലായി തന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു ഗുണമുണ്ട്. ഈ പദങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നവയാണ്. അത് മനസ്സിലാവാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടി എഴുതുമ്പോൾ ഈ സന്ധിയും സമാസവും പിന്നെ അന്വയിച്ച് അവിടെ ഇവിടെയൊക്കെ എഴുതി മനസ്സിലാവാത്ത അർത്ഥത്തിൽ അത് കൃത്യമായി ഏത് മലയാളം പഠിച്ചിട്ടുള്ള മലയാളി അതൊരു കുറവായി. മലയാളം പഠിച്ചിട്ടുള്ള മലയാളികൾക്ക് സംസ്കൃതം വളരെ എളുപ്പമാണ് പഠിക്കുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ ഭാഷയ്ക്ക് അല്ലേ ഇതിന്റെ സംസ്കൃതത്തിന്റെ വലിയ സ്വാധീനം ഭാഷയിൽ. പക്ഷെ മനസ്സിലാവാത്തത് ഈ ഒരു ക്രമമാണ്. ദൂരംഗമം ജ്യോതിഷ ജ്യോതിഹി ഏകം തത് മേ തത് മേ മനഃ ശിവസങ്കൽപം അസ്തി എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അന്വയിച്ചു. എന്താ അന്വയിച്ചാല് പ്രോസോണ്ട് ഇംഗ്ലീഷ് പറയും. അതായത് പൊയട്രിയെ പ്രോസാക്കി പദ്യത്തെ ഗദ്യമാക്കുന്ന രീതിക്കാണ് പറയുന്നത് അന്വയം എന്ന് പറയുന്നത്. ശ്ലോകത്തിൽ അവിടെയും ഇവിടെയും കിടക്കുന്നതായിരിക്കുന്ന കർത്തൃ കർമ്മ ക്രിയാകാരങ്ങളെ അതിനെ ഒരു രീതിയിലെ കർത്താവ്, കർമ്മം, ക്രിയ, വിശേഷണങ്ങളെ വേണ്ടതൊക്കെ ചേർത്ത് പറയുന്നതിനെയാണ് പറയുന്നത് അന്വയിക്കുക എന്ന് പറയും. അന്വയിച്ച് കഴിഞ്ഞാൽ അർത്ഥം ഗ്രഹിക്കാൻ വളരെ നമുക്കപ്പോ ഈ മന്ത്രത്തിന്റെ അന്വയം കണ്ടു നോക്കാം. പറയാണ് യത് മനഃ യജ്ജാഗ്രതോ ദൂരം മനഃ അവസാനം അവിടെ നിന്ന് മോളിക്കൊണ്ട് യത് മനഃ ജാഗ്രതഃ ദൂരമുദൈതി യത് മനഃ ജാഗ്രതഃ ദൂരമുദൈതി തത് ഉ യഥായേവ സുപ്തസ്യ ഏതി യഥായേവ സുപ്തസ്യ ഏതി ദൈവം ദൂരന്തമം ജ്യോതിഷാം ജ്യോതിഃ തത് ഏകം മേ മനഃ ശിവസങ്കൽപം. ഇതാണ് നീ നമുക്ക് അന്വയാക്കുന്നു. അന്വയാക്കത്തിനകത്ത് ഈ പദങ്ങളുടെ അർത്ഥം യഥർത്ഥം കൊണ്ട് യാതൊന്ന് യാതൊരു മനഃ മനസ്സാണോ ജാഗ്രത ശ്രദ്ധിക്കണം അർത്ഥം. ജാഗ്രത ഇത് രണ്ടർത്ഥമാണ്. ഒന്ന് ഉണർന്നിരിക്കുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നവരിൽ
രണ്ടാമത്തെ അർത്ഥം ഉണർവിൽ നിന്ന്. ജാഗ്രത എന്ന് വെച്ചാൽ ഈ അർത്ഥം മനസ്സിലായ പിന്നെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ പഞ്ചമിയാണ്. പഞ്ചമി അതിങ്കൽ നിന്ന് കാലെന്നും ഹേതുവായിട്ട് പഞ്ചമി. അതിൽ നിന്ന് ജാഗ്രത പഞ്ചമി അർത്ഥാണ്. അഹം ഗ്രാമതഃ ആഗച്ഛാമി. ഗ്രാമത്തിൽ നിന്ന് എന്തിനോട് അതിൽ നിന്ന് അർത്ഥം അല്ലേ? ആശ്രമതഃ അതിൽ നിന്ന് അർത്ഥം. അപ്പോ ജാഗ്രത ചലോ ജാഗ്രത്തിൽ നിന്ന്. അപ്പോ ജാഗ്രത ഉണർന്നിരിക്കുക. അപ്പോ ഉണർന്നിരിക്കുന്നവനിൽ നിന്ന്, ജാഗ്രതായിരിക്കുന്ന പുരുഷനിൽ നിന്ന്, അല്ലെങ്കിൽ ജാഗ്രത അവസ്ഥയിൽ നിന്ന് ജാഗ്രത ദൂരമുദയിക്കുന്നു. ഉത്ത് ഏതി. ഉത്ത് എന്ന് പറഞ്ഞാൽ ഉയരുക, ഏതിച്ച പോവുക. ഉദയതി ഞാൻ രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് ഉത്ത്, ഉദ്ദേശിച്ചാൽ ഉയരുക, ഉത്തിഷ്ഠത അല്ലെ? ഉത്ത് ഉയരുക. ഉത്ത് ഏതി പോവുക, ഏതി പോവുക. ഉത്ത് ഏതി ഉയർന്നു പോകുന്നു, എന്നുവെച്ചാൽ ഉയർന്നു പറക്കുന്നു. അപ്പോ ദൂരം ഉദയതി. ഉത്ത് ഏതി എന്ന് കഴിഞ്ഞാൽ ഉയർന്ന് പറക്കുക എന്നർത്ഥം. അല്ലെങ്കിലോ ഉദയതി എന്നർത്ഥം. വൈദികമായിരിക്കുമ്പോ ലൗകികമായ സംസ്കൃതത്തെ പോലൊന്നുമില്ല. അപ്പോ ഉദയതി ഉദിക്കുക എന്നർത്ഥം. സൂര്യൻ ഉദിക്കുക എന്ന് പറയില്ലേ മലയാളത്തില്? അതുമാതിരി ഉദയതി എന്ന് വെച്ചാൽ ഉദിക്കുക. ഒരർത്ഥം ഉത്ത് ഏതി ഉയർന്ന് പറക്കുക, വേറൊരർത്ഥം ഉദിക്കുക. യഥ മനഃ യാതൊരു മനസ്സാണോ ജാഗ്രത അവസ്ഥയിൽ ഉയർന്ന് പറക്കുന്നത് അഥവാ ജാഗ്രതയിൽ ഉയർന്നു വരുന്നത്. എപ്രകാരമാണോ സൂര്യൻ ഉദിക്കുന്നത് അതുമാതിരി നമുക്ക് നല്ല ഉറക്കായിരുന്നു. ആ ഉറക്കത്തിന്റെ വെറുക്കെ എന്തായി മനസ്സങ്ങ് വരുന്നു. അപ്പോ രണ്ടാമത്തെ ദൂരം ഉദയിക്കുന്നു. അവിടെ ദൂരത്തിൽ അങ്ങനെ ഉയരുന്നു, ഉയർന്നു പറക്കുന്നു. പിന്നെ തതു എന്ന് വെച്ചാൽ അത് തന്നെ, ആ മനസ്സ് തന്നെയാണ്. തഥായേവ അപ്രകാരം തന്നെ സുപ്തസ്യ സുഷുപ്തിയിൽ ഇരിക്കുന്ന ഒരാളിൽ തിരിച്ചു വരുന്നു. ഏതൊരു മനസ്സാണോ ജാഗ്രതയിൽ ഉയർന്നു പറഞ്ഞത് അതേ മനസ്സാണ് സുഷുപ്തിയിൽ തിരിച്ചു വരുന്നത്. രണ്ട് മനസ്സല്ല, ഒരേ മനസ്സ് തന്നെ ജാഗ്രതയിൽ നിന്ന് ഉയർന്ന് പറന്നു. അതേ മനസ്സ് തന്നെ എപ്രകാരമാണോ പറന്നു പോയത് അതേപോലെ തിരിച്ചു വരും. ഇപ്പോ സുഷുപ്തിയിലെ നമ്മുടെ ഉറക്കത്തിൽ ഗാഢനിദ്രയിൽ ഈ മനസ്സ് തിരിച്ചു വരും. ഇനി എന്താണ് ഈ മനസ്സിന്റെ സ്വഭാവം? ദൂരംഗം. യാതൊരു മനസ്സിനാണോ ദൂരെ ദൂരെ പോവാനുള്ള കഴിവുള്ളത്. ദൈവം എന്നുള്ളത് മൂന്നർത്ഥം. ഒന്നാമത്തെ അർത്ഥം സ്വയം പ്രകാശിക്കുന്നത്, സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഇതിന് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. പിന്നെ ദൈവം കളിച്ചുകൊണ്ടിരിക്കുന്നത്, ലീലയാടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സ്വയം പ്രകാശിക്കുന്നത്, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നത്, സ്വയം ലീലയാടിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു മനസ്സാണോ ദൈവമായിട്ടുള്ളത്. പിന്നെ ജ്യോതിഷാം ജ്യോതി, പ്രകാശങ്ങളുടെ പ്രകാശമായിരിക്കുന്നത്. നമുക്ക് ഈ ശുദ്ധത്തിന്റെ ദേവത മനസ്സാണ്. ഈ ദേവത എങ്ങനെയുള്ളതാണ്? മനസ്സ് എങ്ങനെയുള്ളതാണ് പറയാണ്. ജ്യോതിഷാം ജ്യോതി, ഈ ലോകത്തുള്ള ജ്യോതി വിളക്കുകൾക്കും വിളക്കായിരിക്കുന്നതാണ്. വിളക്കുകളെ വിളക്കുന്നവനാണ്. അത് അതൊന്നു തന്നെയാണ് ഏത് മനസ്സ്. അങ്ങനെയുള്ളതാണ് എന്റെ മനഃ, എന്റെ മനസ്സ് ശിവസങ്കല്പത്തോടുകൂടി ആയിരിക്കും. ഇപ്പോഴത്തെ സാമാന്യ അർത്ഥം ആലോചിച്ചു നോക്കൂ. എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം? ഇത്രയുള്ളൂ. അല്ലയോ എന്റെ മനസ്സേ, യാതൊരു മനസ്സാണോ ജാഗ്രതയിൽ
ഉയർന്നു പറക്കുന്നത്, അതേ മനസ്സ് തന്നെ സുഷുപ്തിയിൽ തിരിച്ചു വന്ന് ഇറങ്ങുന്നു. പിന്നെ ആരാണോ ഏതൊരു മനസ്സാണോ ദൂര ദേശങ്ങൾക്ക് പോകാൻ കഴിവുള്ളത്, യാതൊന്നാണോ ദൈവമായിരിക്കുന്നത്, യാതൊന്നാണോ ജ്യോതിസ്സുകൾക്കും ജ്യോതിയായിരിക്കുന്നത്, അങ്ങനെയുള്ള എന്റെ മനസ്സ് ഏകമായിരിക്കട്ടെ, ആ മനസ്സ് ശിവസങ്കല്പങ്ങളുള്ളതായി തീരട്ടെ. ഇതാണ് സാമാന്യമായിട്ട്. അത്രയേ ഉള്ളൂ. എന്റെ മനസ്സ് സങ്കല്പം നല്ല സങ്കല്പങ്ങളുണ്ടാണ്. മനസ്സിന്റെ സ്വഭാവം എന്താണ്? അതിന്റെ സ്വഭാവം ദൂരന്തവും ദൈവവും ജ്യോതിഷാം ജ്യോതിയുമാണ്. അത് പലപ്പോഴും പലതായി തോന്നുന്നതാണ്, പക്ഷെ ഏകമാണ്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതം അനുഭവപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തില് നമ്മുടെ അവസ്ഥകളിലാണ്. അപ്പോ അങ്ങനെയുള്ളതായ എന്റെ മനസ്സ് ശിവസങ്കല്പത്തോടുകൂടി ആകട്ടെ. അപ്പൊ നമുക്കിത് ചിന്തിക്കുന്ന മുമ്പായിട്ട് ഈ മന്ത്രം സാമാന്യത്തിലുള്ള അർത്ഥം, പക്ഷേ ഇതില് ആധ്യാത്മിക ജീവിതത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും ഇതിന്റെ സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പറയാണ്. അപ്പോ ഇവിടെ എന്ത് പറയുന്നു? നമ്മളുടെ ഓരോരുത്തരുടെയും കഥ പറയും. നമ്മളൊക്കെ ആരാണ്? നമ്മളെല്ലാവരും സത്യത്തില് ആത്മാവാണ്. ആരാണ്? ആത്മാവ്. ഈ നമ്മൾ ആരാ? ഈ ആത്മാവ് പറഞ്ഞാൽ പറയാണ് നമ്മള് സത്യത്തിലായ ഈ നമ്മളൊക്കെ ഇപ്പൊ അനുഭവപ്പെടുന്നത് നമ്മുടെ ശരീരമാണെന്ന് തോന്നുന്നു, നമ്മുടെ മനസ്സാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ശരീര മനസ്സുകളിൽ നിന്ന് വേർപെട്ടവനാണ് സത്യത്തിൽ. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. സത്യത്തിൽ നമ്മൾ ആരാ? ഈ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ കാരണ ശരീരമോ അല്ല, ഈ മൂന്ന് ശരീരങ്ങളിൽ നിന്നും വേർപെട്ടവനായി പഞ്ചകോശ അതീത, അഞ്ചു കോശങ്ങൾക്കും അപ്പുറത്തായി അവസ്ഥാത്രയ സാക്ഷി, അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായി സച്ചിദാനന്ദ. ആരാണ്? സച്ചിദാനന്ദ സ്വരൂപനാണ്. നമ്മൾ ഉണ്മയാണ്, ഒരിക്കലും നശിക്കാത്തവരാണ്. നമ്മളെ ചിദ്രൂപിയാണ്, ബോധരൂപിയാണ്, ആനന്ദ സ്വരൂപി. ഇതാ സത്യം നമ്മുടെ യഥാർത്ഥമായ ഇൻഡിക്കേഷൻ. ഇവിടെ ഈ ശാസ്ത്രം എന്താ ചെയ്തത്? ഇതിന്റെ ഓരോരോ ഭാഗങ്ങളെ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചിന്തനം ചെയ്യുന്നത്. ഈ ഒന്നാമത്തെ മന്ത്രത്തിൽ പലപ്പോഴും പല ഉപനിഷത്തുകളിലും ഈ ഒരു സ്വഭാവമാണ്. മാണ്ഡുക്യാദികളിലെ പ്രശ്നോപനിഷത്തിലൊക്കെ ആരാണ് ആത്മാവ് എന്ന് ചിന്തിക്കുമ്പോഴ് ഈ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്ന എന്താ? നമ്മുടെ അനുഭവങ്ങളെ. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം മനസ്സിലാക്കാൻ നമുക്കൊക്കെ മനസ്സിലാക്കാൻ ഒരു കാര്യമില്ല. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. എന്താണ്? നമ്മൾക്ക് ഉണർവുണ്ട്, നമ്മൾക്ക് സ്വപ്നമുണ്ട്, നമ്മൾക്ക് സുഷുപ്തിയുണ്ട്. ഇത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. നമ്മള് ഉണർന്നിരിക്കുന്നു, ജാഗ്രത അവസ്ഥയിലാണ്, ബേക്കിംഗ് സ്റ്റേറ്റിലാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മള് ചില ബേക്കിംഗ് സ്റ്റേറ്റിൽ തന്നെ സ്വപ്നത്തിലേക്ക് പോകും, അല്ലേ? പിന്നെയോ വളരെ ഗാഢമായ സുഷുപ്തിയിലേക്ക്. അപ്പൊ നമ്മളെ നോക്കുന്ന ആലോചിച്ചപ്പോ നമുക്ക് മൂന്ന് അനുഭവങ്ങളുണ്ട്. ഈ മൂന്ന് അനുഭവങ്ങൾ ഉള്ളപ്പോഴും ഒന്നാണ്, അല്ലേ? ആരാണോ ജാഗ്രത ഇരുന്നത് അവൻ തന്നെയാണ് സ്വപ്നം കാണുന്നത്. ആരാണോ ജാഗ്രതയും സ്വപ്നവും അനുഭവിച്ചത് അവൻ തന്നെയാണ് ഒന്നുമില്ലാതെ ഉറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമുള്ള കോമൺ ഫാക്ടറാണ്. രണ്ടാമത്, ഞാൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുള്ള കോമൺ ഫാക്ടറാണ്. ഞാൻ ജാഗ്രതത്തിൽ നിന്ന് സ്വപ്നത്തിലേക്കും സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലേക്കും പോകുന്നവരാണ്. അതുകൊണ്ട് ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ അല്ല ഞാൻ. ഈ ജാഗ്രതയിലല്ല എന്റെ ഐഡന്റിഫിക്കേഷൻ. ഈ ജാഗ്രത അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ, അല്ലേ? ജാഗ്രത അവസ്ഥയിൽ ഒരാളെ രാജാവാകാം, വേറൊരാളെ യാചകനാകാം. പക്ഷെ സ്വപ്നത്തിൽ ഇങ്ങനെയായിക്കൊള്ളുന്നില്ല. ഈ രാജാവാണ് എന്ന് തോന്നുന്ന ആൾക്ക് യാചകനാണ് എന്ന് തോന്നാം.
യാചകനാണ് എന്ന് തോന്നുന്ന ആൾക്ക് രാജാവാണെന്ന് തോന്നാം. എവിടെയാണ് ആരുടെ സ്വപ്നം? ഇനി അത് സൃഷ്ടിയിലേക്ക് പോകുമ്പോഴോ അപ്പൊ നമ്മൾ ആരാ? നമ്മൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അറിയുന്നവരാണ്. ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ അല്ല. നമ്മൾ ജാഗ്രതയിലെ ഈ വ്യക്തി ആയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും സ്വപ്നത്തിലോ സുഷുപ്തിയിലോ പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോ ഇതിൽ നിന്ന് അന്യനാണ് നമ്മൾ. ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയാണ്. ഈ ഒരു അപ്രോച്ചാണ് ഈ മന്ത്രത്തിൽ ആരംഭിക്കുന്നത്. ഈ മന്ത്രത്തിൽ എന്താ പറഞ്ഞത്? ജാഗ്രത ദൂരമുദൈഹി തദു സുപ്തസ്യ അധീ. ഈ ഒരു കാര്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ചിന്തനം. അപ്പോ ആദ്യം പറയാണ് ആരാണോ? യാതൊരു മനസ്സാണോ? അപ്പൊ സത്യത്തില് ഈ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയൊക്കെ അനുഭവിക്കുന്ന ആരാ? ഞാനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ എന്റെ മനസ്സാണ് അനുഭവിക്കുന്നത്. ഞാൻ ആരാണ്? ഈ മൂന്നിനും സാക്ഷിയായിട്ട് മൂന്നിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാൻ. പക്ഷെ എന്റെ ഒരു പ്രതിനിധിയുണ്ട്. ഈ പ്രതിനിധി എന്ത് ചെയ്ത് ഞാനാണ് വിചാരിച്ചിട്ട് ഈ മൂന്ന് അവസ്ഥകളിലെയും മാറിക്കൊണ്ടേ ഒരു പൂമ്പാറ്റയെ പോലെ അല്ലേ? ഒരു പൂമ്പാറ്റ പ്രകാരമാണോ ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവിൽ നിന്ന് വേറൊരു പൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാതിരി ഈ മനസ്സ് ഇതിനോ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എടുത്തു ജാഗ്രതയിലേക്ക് എടുത്തു അല്ലേ? ജാഗ്രതോ ദൂരമുദൈ. യാതൊന്നാണോ ജാഗ്രതയിലേക്ക് ഉണരുന്നത്. എന്താ ജാഗ്രത എന്ന് പറഞ്ഞാൽ? എന്താ ജാഗ്രത അവസ്ഥ? ജാഗ്രത അവസ്ഥ നമ്മള് ബേക്കിംഗ് സ്റ്റേറ്റ്, ഉണർന്നിരിക്കുന്ന അവസ്ഥ അല്ലേ? എന്താ പറയാണ് ശാസ്ത്രം? ശ്രോത്രാദിജ്ഞാനേന്ദ്രിയൈ ശബ്ദാദി വിഷയൈശ്ച ജ്ഞായതേ യാസ. അതായത് ജാഗ്രത അവസ്ഥയിൽ നമ്മള് ത്രിപുരിയാണ്. നമ്മള് ത്രിപുരാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ഭഗവാൻ മൂന്ന് പുരങ്ങളിൽ ചുട്ടിരിച്ചവനായ ശ്രീ പരമേശ്വരൻ കേട്ടിട്ടില്ല. ജാഗ്രത അവസ്ഥയിൽ നമ്മള് ഈ മൂന്ന് പുരങ്ങളാണ്. നമുക്ക് ഈ സ്ഥൂലമായ ശരീരമുണ്ട്, സൂക്ഷ്മമായ ശരീരമുണ്ട്, കാരണമായ ശരീരം. അപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ധ്യാന ഭാവത്തോടെ ഇരിക്കുന്ന വിശ്വ ഒന്നാമത്തെ ആള്. അയാളെ ആദ്യം പറയുന്നത് ജാഗ്രതയില് പ്രത്യക്ഷനായിട്ട്, ജാഗ്രതയിൽ വെളിപ്പെടുന്നവനായിട്ട് മൃദുവിയുടെ ശ്രോത്രാദിന്ദ്രിയങ്ങളെ കൊണ്ട് ലൗകികമായിരിക്കുന്ന വിഷയങ്ങളെയൊക്കെ ഗ്രഹിക്കും. അങ്ങനെ ശ്രോത്രാദികളെ കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഗ്രഹിക്കുന്നതായി തീരുന്ന മനസ്സ്. അയാളുടെ പേരാണ് വിശ്വൻ. അവിടെ നിന്ന് എല്ലാവരും ഒരിടത്ത് എത്തി. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ചെയ്യുന്നത്? ദൂരമുദൈതി. ഇയാളെന്താ ചെയ്യുന്നത്? ദൂരമുദൈതി. നോക്കൂ, ഒരു നിമിഷം. നമ്മളെല്ലാവരും നമ്മുടെ സുഷുപ്തിയാവസ്ഥയിലായിരുന്നു. എല്ലാവരും എപ്പോഴാണോ ഉണരേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാം വെച്ചിട്ടൊന്നല്ല ഉണരുന്നത്. നമ്മുടെ പ്രാരബ്ധം, ഇന്നത്തെ പ്രാരബ്ധം ആരംഭിക്കാനുള്ള സമയമാണ്. നമ്മൾ വിചാരിക്കാൻ അലാം കേട്ടിട്ടാണ്. പലപ്പോഴും അലാം കേട്ടിട്ട് ഇരിക്കാറില്ല. എപ്പോഴോ അലാം വെക്കുന്ന മുമ്പ് തന്നെ ഇരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാരബ്ധം ആരംഭിക്കുവാനുള്ള സമയമാവും. ഒറ്റ കുത്തു. അപ്പോ ഇന്നത്തെ പ്രാരബ്ധം ആരംഭിക്കാനുള്ള നമ്മുടെ മനസ്സ് വീണ്ടും ഉദിക്കുന്നു അല്ലേ? മനസ്സ് അടങ്ങിയിരിക്കുന്നു, അത് ഉദിച്ചു. ഉദിച്ചോടെ എഴുന്നേറ്റു. എന്തായി? ദൂരെ ഉദയിച്ച്. ഇത് ഉദിക്കുക മാത്രല്ല, ഉദിച്ചു തുടങ്ങിയോ പിന്നെ പറക്കലായി. അങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലേ? പറയാണ് എന്തൊക്കെയാണ്? ഒരു എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോഴേക്ക് അല്ലേ? ലഞ്ച് കഴിയണം, ഡിന്നറിന് പോകണം അല്ലേ? പല 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 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായി.
എന്താണ് ഈ ദൂരമുദയിച്ച അർത്ഥം? ദൂരമുദയിച്ച ഒന്നാമത്തെ അർത്ഥം പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പിന്നെയോ പല 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 ഇമാജിനേഷൻസ്, ചിന്തകൾ മാത്രമല്ല, വെറുതെ സ്വപ്നരാജ്യങ്ങൾ നമുക്ക് തോന്നും. ഇപ്പൊ ഞാൻ പ്രൈം മിനിസ്റ്റർ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു, എനിക്ക് ആരെങ്കിലും തപ്പി കൊടുക്കുന്നേ അത് തോന്നുന്നു. പല പല ഇമാജിനേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ ഉയർന്നു പൊങ്ങലാണ് അവരുടെ മനസ്സിൽ. എവിടെ? ജാഗ്രത. പിന്നെ ചിലപ്പോൾ തോന്നും നമുക്ക് എനിക്ക് പല പല സുഖങ്ങളൊക്കെ അനുഭവിക്കണം. എന്നിട്ടോ പോയിട്ട് സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഉയർന്നു പൊങ്ങി പോയി വന്നു, സുഖങ്ങളിലേക്ക് പോയി, സുഖങ്ങൾ പ്രശ്നം എന്താണ്? ഇതിന് ഒരിടത്തും സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ചഞ്ചലി മഹാകൃഷ്ണ അല്ലേ? സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോ പല പല സുഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തിരിച്ചു വരും. പിന്നെയോ പിന്നെ പല പല വികാരങ്ങളെ വികാരങ്ങൾ, സ്നേഹം, കൃപ എന്നുള്ളത് നല്ല വികാരങ്ങള്, ഭയം, ക്രോധം മുതലായിട്ടുള്ള ചിന്തവികാരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്കൊക്കെ പറഞ്ഞു. പിന്നെയോ ചിലപ്പോൾ നല്ല അല്ലേ അതേ മനസ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മനസ്സ് എന്ന് പറയുന്നത് വേദാന്ത വിദ്യാർത്ഥികളെ ഇവിടെ സങ്കല്പ വികല്പാത്മക മനനം മാത്രമല്ല. ഇവിടെ മനസ്സ് എന്ന് പറയുന്നത് അന്ധകരണമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് നാലിനെ കൂട്ടിയിട്ടാണ് ഇവിടെ മനസ്സ് പറയുന്നത്. മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ സാധാരണ എന്ന് പറയുന്നതായിട്ട് യഥാർത്ഥത്തിലെ ആ മനസ്സ് മാത്രമല്ല, ഇത് ചതുർവിധ നാലുവിധ അന്ധകരണങ്ങളെ കൂട്ടിയിട്ടാണ് മനസ്സ് പറയുന്നത്. കുറച്ചു നേരത്തേക്ക് ഈ മനോഹരങ്ങളായിരിക്കുന്ന വൈദികങ്ങളായ ചിന്തകൾ ഉൾക്കൊള്ളുന്നു. അതാരാ? മനസ്സിലാണ്. ഈ ജഡമായ ശരീരത്തിന് മനസ്സിലാവില്ല, ആത്മാവെല്ലാം അറിവിനാണ്. പിന്നെ ആർക്കെ മനസ്സിലാവുന്നതാണ്? അന്ധകരണത്തിനാണ്, മനസ്സിലാണ്, ബുദ്ധിക്കാണ്. അപ്പോ ചിലപ്പോൾ നല്ല നല്ല ഐഡിയകളൊക്കെ നമുക്ക് വരും, നമ്മൾ നന്നായി കേൾക്കാൻ പറ്റും. ആ കേൾക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. നല്ല നല്ല ആശയങ്ങളൊക്കെ ഉണ്ടാകും. കവിതകൾ എഴുതും, കഥകൾ എഴുതും. ആ എഴുതുന്ന കവിതയും കഥയൊക്കെ മനസ്സാണ്. എല്ലാം ലജ്ജ, ഹ്രീ, ഭീ, ആ ലജ്ജയുണ്ടാകുന്നത്, ഹ്രീ ഉണ്ടാകുന്നത്, ഭീ ഉണ്ടാകുന്നത്, ചിന്തയുണ്ടാകുന്നത്, അചിന്തയുണ്ടാകുന്നത്, സംശയം ഉണ്ടാകുന്നത്, നിശ്ചയം ഉണ്ടാകുന്നത്, പോകുന്നത്, വരുന്നത് ഒക്കെ സർവമനയിലാണ് മനസ്സാണ്. അങ്ങനെ പിന്നെ ഇഷ്ടപ്പെടും, രാഗങ്ങളുണ്ടാവും, ദേഷ്യങ്ങളുണ്ടാവും, ചിലപ്പോ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടാവും നമുക്ക്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും. ക്ലാസ്സിലൊക്കെ വന്നാൽ ക്ലാസ്സിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സ് സുഖമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രഹിക്കും. നല്ല സന്തോഷം വരും. ചിലപ്പോൾ അതൊന്നും മനസ്സിലാവില്ല. ജീവിതത്തിൽ ഏത് കാര്യങ്ങളും അല്ലെ മനസ്സാണ് എൻജോയ് ചെയ്യുന്നത്, മനസ്സാണ് സഫർ ചെയ്യുന്നത്. എന്തും ആസ്വദിക്കുന്നതും ദുഃഖിക്കുന്നതും മനസ്സാണ്. പിന്നെയോ കുറേ കാര്യങ്ങൾ ടെൻഷൻ അടിക്കും. ഇനിയോ അവിടെ ഇവിടെ ഓടി 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 അവസാനം ആർക്കാ സംഭവിക്കുന്നത്? മനസ്സിലാണ്. ഒന്നുമല്ല, ശരീരത്തിലാണ്. ശരീരത്തിന് ക്ഷീണം വരും. പക്ഷെ ശരീരത്തിന്റെ ക്ഷീണം പെട്ടെന്ന് മാറും. ഉദാഹരണത്തിന് ഉത്സവമാണ്, നാട്ടിൽ ഉത്സവമാണ് അല്ലേ? ആ 10 ദിവസം ഉത്സവമാണ്. 10 ദിവസം പോയി നല്ല ഒരു കുഴപ്പമില്ല. ഓടി നടന്നു, പന്തൽ കെട്ടി, എല്ലാം ഉത്സാഹമായിട്ട് എല്ലാം ചെയ്തു, ഒരു കുഴപ്പമില്ല. 10 ദിവസവും അടിപൊളിയായിട്ട് അങ്ങനെ ജീവിച്ചു. അത് 2 ദിവസം എന്തേ നോക്കൂ, ആ 10 ദിവസത്തില് മനസ്സിന് മനസ്സ് നല്ല ഊർജ്ജസ്വരമാണ്, മനസ്സിന് നല്ല സന്തോഷമാണ്. എന്തോ ഓടി നടക്കുന്ന ഒരു പ്രശ്നമില്ല, ഒരു ക്ഷീണമില്ല. ക്ഷീണം ഉണ്ടാവുന്നില്ല. മനസ്സിനല്ല ക്ഷീണം, ശരീരത്തിനല്ല ക്ഷീണം. നമുക്ക് ശരീരത്തിന് ക്ഷീണമാണ്, ശരീരത്തിനല്ല ക്ഷീണം. ശരീരത്തിനുള്ള ക്ഷീണം ഒരു 10 മിനിറ്റോട് മാറും. ക്ഷീണമൊക്കെ എവിടെ ഉണ്ടാവണം? മനസ്സിലാണ്. അപ്പോ ഇതെല്ലാം ചെയ്യുന്നതും ഇതെല്ലാം ഓടി നടന്ന് ദൂരങ്ങളിലേക്ക് പോകും. അത് എവിടേക്ക് ഇരുന്നുകൊണ്ട് ഇടയ്ക്ക് എന്ത് ചെയ്യും? ദൂരത്ത് പോകും. ദൂരത്ത് പോകാൻ നടത്താം. അതൊക്കെ ഭാവിയിലേക്ക് പറയും. ചിലപ്പോ ഭൂതകാലങ്ങളിലേക്ക് പറയും, ചിലപ്പോ നന്മയിലേക്ക് പോകും, ചിലപ്പോ തിന്മയിലേക്ക് പോകും. ദൂരം ദൂരെ പോയി എവിടേക്കൊക്കെ പോകണമെന്ന് അറിയില്ല. അങ്ങനെ ജാഗ്രതത്തിന്റെ മനസ്സിന്റെയും ജാഗ്രതാവസ്ഥയിൽ അനേകങ്ങളായിരിക്കുന്ന അനുഭവങ്ങളെ
അതെന്തിനോ എങ്ങനെയാണോ പോയത് അതേപോലെ തിരിച്ചു വരും. എന്നിട്ടോ അത് കഴിഞ്ഞ് പ്രാരബ്ധം നമ്മുടെ ബുദ്ധി വിടും, വീണ്ടും വീണ്ടും ഓടും. കുറെ ഓടി കഴിഞ്ഞ് കുറച്ച് തിരിച്ചു. അങ്ങനെയുള്ള പൂരംഗമം ജ്യോതിഷാം ജ്യോതി ഏകം. അങ്ങനെ പറക്കുന്ന ഈ ലോകത്ത് മുഴുവൻ പറന്നുകൊണ്ട് എല്ലാ അനുഭവങ്ങളെയും അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ജാഗ്രതോ ദൂരമുദയിക്കുന്നതിനർത്ഥം ജാഗ്രതത്തിന് അനുഭവിക്കുന്നത് ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തെ അനുഭവിക്കും. നമ്മൾ സാധാരണ കാലത്ത് 3 കാര്യങ്ങൾ പറയാം, 3 അവസരങ്ങൾ. അത് ജാഗ്രതവും സ്വപ്നവും രണ്ടും ജാഗ്രതോ ദൂരമുദയിതി എന്ന പദം കൊണ്ട് ഇവിടെ വീക്ഷിച്ച് പറഞ്ഞു. അപ്പൊ ഒന്ന് ജാഗ്രത, ജാഗ്രത അവസ്ഥയിൽ വിവിധങ്ങളായ ചിന്തകളെ വിവിധങ്ങളായ അനുഭവങ്ങളെ അനുഭവിക്കാം. രണ്ടാമത് ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പ്രവേശിച്ചു. ഈ സ്വപ്നം മനസ്സ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ജാഗ്രതയില് ഈ സൃഷ്ടമായ പ്രപഞ്ചമുണ്ട്. ആക്ച്വലി ഇല്ലേ ഈ കാണുന്ന പഞ്ചഭൂതികമായ പ്രപഞ്ചമുണ്ട്. അതുകൊണ്ട് മനസ്സിന് ചില കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ സ്വപ്നത്തിലോ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എന്തു ചെയ്യാൻ നമുക്ക് നമ്മളെ തന്നെ രാജാവാക്കാൻ, രാജകുമാരനാക്കാൻ, രാജകുമാരിയാക്കാൻ, തവളയാക്കാൻ, പാമ്പാക്കാൻ, എന്തുവാക്കാം അല്ലേ? പാമ്പിന് വേണമെങ്കിൽ തവളയെ തിന്നാൻ, തവളയ്ക്ക് വേണമെങ്കിൽ പാമ്പിനെ തിന്നാൻ. സ്വപ്നത്തിൽ എന്തും ചെയ്യാറുണ്ട്. അപാരേ സ്വപ്ന സംസാരേ കവിദേവ പ്രജാപതി, നമ്മൾ തന്നെ പ്രജാപതി, നമുക്ക് വേണ്ടത്. അപ്പോ സ്വപ്നത്തിലേക്ക് ദൂരമുദയിക്കും. ചിലോ ഈ ജാഗ്രതയിൽ നിന്ന് ദൂരത്തേക്ക് സ്വപ്നത്തിലേക്ക് പ്രവേശിക്കും. അപ്പോ സ്വപ്നത്തിൽ പല 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 കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചതാണ്. പ്രകാരമായോ അപ്രകാരം അതോ സുഖമായിട്ടോ ജാഗ്രതോ ദൂരമുദയിനി അല്ലേ ഓ. അപ്പോ എന്തുകൊണ്ടാണ് മനസ്സങ്ങനെ പോകുന്നത്? ഈ മനസ്സിൽ 2 ഭാഗങ്ങൾ. ഒന്ന് ജഡാത്മകമായ ഭാഗം, വേറൊന്ന് ചൈതന്യത്തിന്റെ പ്രതിഫലനം. മനസ്സമ്മതം 2 പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മാംശമാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മാംശമായിരിക്കുന്ന മനസ്സ് സ്വാഭാവികമായിട്ട് പഞ്ചഭൂതമായ പ്രപഞ്ചത്തിലേക്ക് കൂടും. അതിന്റെ സ്വഭാവം. അപ്പോ ഈ ജഡമായിരിക്കുന്ന ഈ മനസ്സിന്റെ രജസ്സന്ധിയും പല വിധത്തിലുള്ളതായ ഭോഗങ്ങൾ അന്വേഷിക്കും. കാമം, കാഞ്ചനം, കീർത്തി, ഇത് തമസ്സുണ്ട്. അതെന്ത് ചെയ്യും? മറ്റുള്ളവരുടെ പറയാം, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാം അല്ലേ? മറ്റു മനസ്സിലെ ക്രോധം ഉണ്ടാക്കുക, കാമം ഉണ്ടാക്കുക, മൗഢ്യം ഉണ്ടാക്കുക, തമസ്സുണ്ടാക്കുക, ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ ഇതേ മനസ്സിന്റെ സത്വമുണ്ട്. ആ സത്വം നമ്മൾ എന്ത് ചെയ്യും? പഠിക്കാൻ, ജപിക്കാൻ, ഈശ്വരനെ ധ്യാനിക്കാൻ എല്ലാം സഹായിക്കുന്ന ഏകം മനഃ. യാതൊരു മനസ്സാണോ നമ്മളെ എന്ത് ചെയ്തത്? കാമക്രോധ ലോപമോഹമെന്നാണ് എനിക്ക് കൊണ്ടുപോയത്. യാതൊരു മനസ്സാണോ കാമക്രോധാദികളാൽ അപേക്ഷിതമായത്? ഏകം മനഃ തന്മനഃ. ഏ മനസ്സ് തന്നെ ചെയ്യാൻ പറ്റും, ശാന്തമാക്കാൻ. ഇതാണ് ഈ മനസ്സിന്റെ പ്രത്യേകത. അങ്ങനെ ഈ ജലത്തിലേക്ക് ഒഴുകുന്ന മനസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആത്മാവിലേക്ക്. ഇതാണ് പ്രാർത്ഥന. എന്റെ ഭഗവാനെ, എന്റെ മനസ്സ് എങ്ങനെയാണ്? ദൂരംഗവുമാണ്. ഇങ്ങനെ ഉയർന്നു പറന്ന് എവിടേക്കോ പോവാണ്. പരമാത്മാവെ അങ്ങനെ അനുഗ്രഹിച്ചാൽ മനസ്സിന് ഒരേ നിമിഷം ഡിപ്രസ്ഡ് ആവാൻ പറ്റും. അതേ മനസ്സിനെ സന്തോഷമാക്കാൻ പറ്റും. എനിക്ക് സന്തോഷമായിരിക്കാൻ പറ്റുന്നിരിക്കെ ഞാൻ എന്തിനാണ് ഡിപ്രസ്ഡ് ആവുന്നത്? എനിക്ക് വളരെ പോസിറ്റീവായിരിക്കാൻ പറ്റുന്നതിരിക്കെ ഞാൻ എന്തിനാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? എനിക്ക് സ്നേഹത്തോടെ, കൃപയോടെ, സമഭാവനയോടെ ഇരിക്കാൻ പറ്റുന്നിരിക്കെ എന്തിനാണ് ഞാൻ കാമക്രോധ ലോകങ്ങൾക്ക് അടിമയായിട്ട് കഷ്ടപ്പെടുന്നത്? പരമാത്മാവേ, എന്റെ മനസ്സിന് ശരിയാക്കി തരണേ. ഈ നീചഭാവങ്ങളിൽ നിന്ന് മനസ്സിൽ നിർത്തി ായ ഭാവങ്ങളിലേക്ക് ഈശ്വര അവിടെ നിന്റെ മനസ്സിനെ തന്നെ ഇനിയും മനോഹരമായ കഴിവുകൾ കാണാനുണ്ട്. ഈ 1ാമത്തെ മന്ത്രമാണ്. ഈ 1ാമത്തെ മന്ത്രം പലയിടത്തും ആവർത്തിക്കപ്പെടുന്ന മന്ത്രമാണ്. ഇത് കാണ്ഡശാലയിൽ ഇവിടെയുണ്ട്, ഒക്കെ ഉള്ള ആ മന്ത്രമാണ് ഈ മന്ത്രത്തിന്റെ ആത്മാ
ആത്മാവ് അതിനെക്കുറിച്ചുകൂടെ നാളെ എന്താണ് മനസ്സിന്റെ സ്വഭാവം, എന്താണ്, എങ്ങനെയാണ് മനസ്സ് വർക്ക് ചെയ്യുന്നത്, മനസ്സ് എങ്ങനെയാണ് നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുന്നത്, ഈ അടിമയാക്കിയ മനസ്സിൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നയിക്കാൻ പറ്റുക, ഈ കാര്യങ്ങൾ നമുക്ക് ഓം